ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായം. നോഹയുടെ പുത്രന്മാരായ ഷേം, ഹാം, യാഫെത്ത് എന്നിവരുടെ വംശപാരമ്പര്യമാവിത്. ജലപ്രളയത്തിന് ശേഷം അവർക്ക് പുത്രന്മാർ ജനിച്ചു. യാഫെത്തിൻ്റെ പുത്രന്മാർ ഗോമർ, മാഗോഗ്, മാദായി, യാവാൻ, തൂബൽ, മേശക്, തീരാസ്. ഗോമരിൻ്റെ പുത്രന്മാർ അസ്കനാസ്, റീഫത്ത്, തോഗർമ. യാവാൻ്റെ പുത്രന്മാർ എലീശ, തർശീഷ്, കിത്തീം, ദോദാനീം. ഇവരാൽ ജാതികളുടെ ദ്വീപുകൾ അതത് ദേശത്തിൻ്റെ ഭാഷയായും ജാതിയായും കുലമായും പിരിഞ്ഞു. ഹാമിൻ്റെ പുത്രന്മാർ കൂശ്, മിസ്രയീം, പൂത്ത്, കനാൻ. ക്രൂശിൻ്റെ പുത്രന്മാർ സെബ, ഹവീല, സപ്ത, രമ, സപ്തേക്ക. രമായുടെ പുത്രന്മാർ ശെബയും ദെദാനും. കൂശ് നിമ്രോദിനെ ജനിപ്പിച്ചു. അവൻ ഭൂമിയിൽ ആദ്യ വീരനായിരുന്നു. അവൻ യഹോവയുടെ മുമ്പാകെ നായാട്ടു വീരനായിരുന്നു. അതുകൊണ്ട് യഹോവയുടെ മുമ്പാകെ നിമ്രോദിനെ പോലെ നായാട്ടു വീരൻ എന്ന് പഴഞ്ചൊല്ലായി. അവൻ്റെ രാജ്യത്തിൻ്റെ ആരംഭം ശിനാർ ദേശത്ത് ബാബേൽ, ഏരക്, അക്കാദ്, കൽനെ എന്നിവയായിരുന്നു. ആ ദേശത്തു നിന്നും അശൂർ പുറപ്പെട്ട് നീനവേ, രഹോബോത്ത് പട്ടണം, കാലഹ്, നിനവേക്കും കാലഹിനും മധ്യേ മഹാനഗരമായ രേശ്യൻ എന്നിവ പണിഞ്ഞു. മിസ്രൈമോ ലൂദീം, അനാമീം, ലെഹാബീം, നഫ്തുഹീം, പത്രൂസീം, കസ്ലൂഹീം. ഇവരിൽ നിന്നും ഫെലിസ്ത്യർ ഉത്ഭവിച്ചു. കഫ്തോരീം എന്നിവരെ ജനിപ്പിച്ചു. കനാൻ തൻ്റെ ആദ്യജാതനായ സീദോൻ, ഹേത്ത്, യബൂസ്യർ, അമോര്യർ, ഗിർശേർ, ഹിവ്യൻ, ആർക്യൻ, സീന്യൻ, അർവാദ്യൻ, സെമാരിയൻ, ഹമാത്യൻ എന്നിവരെ ജനിപ്പിച്ചു. പിന്നീട് കനാന്യ വംശങ്ങൾ പരന്നു. കനാന്യരുടെ അതിർ സീദോൻ തുടങ്ങി ഗെരാർ വഴിയായി ഗസ വരെയും സോദോമും ഗൊമോരയും ആത്മയും സെബോയീമും വഴിയായി ലാശ വരെയും ആയിരുന്നു. ഇവർ അതത് ദേശത്തിൽ ജാതിയായും കുലമായും ഭാഷയായും ഹാമിൻ്റെ പുത്രന്മാർ. എബരിൻ്റെ പുത്രന്മാർക്കൊക്കെയും പിതാവും യാഫെത്തിൻ്റെ ജ്യേഷ്ഠനുമായ ഷേമിനും പുത്രന്മാർ ജനിച്ചു. ഷേമിൻ്റെ പുത്രന്മാർ ഏലാം, അശൂർ, അർപ്പക്ഷാദ്, ലൂദ്, അരാം. അരാമിൻ്റെ പുത്രന്മാർ ഊസ്, ഹൂൾ, ഗേഥർ, മഷ്. അർപ്പക്ഷാദ് ശാലഹിമിനെ ജനിപ്പിച്ചു. ശാലഹ് എബേരിനെ ജനിപ്പിച്ചു. എബേരിന് 2 പുത്രന്മാർ ജനിച്ചു. ഒരുത്തന് പേലഗ് എന്നു പേർ. അവൻ്റെ കാലത്തായിരുന്നു ഭൂവാസികൾ പിരിഞ്ഞു പോയത്. അവൻ്റെ സഹോദരന് യോക്താൻ എന്നു പേർ. യോക്താനോ അൽമോദാദ്, ശാലെഫ്, ഹസർമാവെത്ത്, യാരഹ്, ഹദോരാം, ഊസാൽ, ദിക്ല, ഓബാൽ, അബിമയേൽ, ശെബ, ഓഫീർ, ഹവീല, യോവാബ് എന്നിവരെ ജനിപ്പിച്ചു. ഇവരെല്ലാവരും യോക്താൻ്റെ പുത്രന്മാർ ആയിരുന്നു. അവരുടെ വാസസ്ഥലം മേശ തുടങ്ങി കിഴക്കൻ മലയായ സേഫാർ വരെ ആയിരുന്നു. ഇവർ അതത് ദേശത്തിൽ ജാതിയായും കുലമായും ഭാഷയായും ഷേമിൻ്റെ പുത്രന്മാർ. ഇവർ തന്നെ ജാതിയായും കുലമായും നോഹയുടെ പുത്രന്മാരുടെ വംശങ്ങൾ. അവരിൽ നിന്നാവുന്നു ജലപ്രളയത്തിന് ശേഷം ഭൂമിയിൽ ജാതികൾ പിരിഞ്ഞു പോയത്. ഇങ്ങനെ 10-ാം അധ്യായം അവസാനിക്കുന്നു.